ഫ്ലോറൻസിലെ ധനികനായ ഒരു പ്രഭുവിൻ്റെ മകനായിരുന്നു ജോൺ ഗുവാൽബർട്ട്. യുവാവായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തീയ പ്രമാണങ്ങളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റിയുള്ള ആഴമായ ജ്ഞാനവും വിശുദ്ധ ജോണിന് ലഭിക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും വിവിധങ്ങളായ സാമൂഹിക ബന്ധങ്ങളും ഇടപെടലുകളും വഴി ഭൗതിക ജീവിതത്തിൻ്റെ പൊങ്ങച്ചങ്ങളോടും ആഡംബരങ്ങളോടും വിശുദ്ധന് ഒരു ആഭിമുഖ്യമുണ്ടായി. അപ്രകാരം ലോകത്തിൻ്റെ ആനന്ദങ്ങളിൽ മുഴുകി ജീവിച്ചു വരവേ ദൈവേഷ്ടപ്രകാരം വിശുദ്ധൻ്റെ കണ്ണു തുറപ്പിക്കുവാനും തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുവാനും പര്യാപ്തമായ ഒരു സംഭവം വിശുദ്ധൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. വിശുദ്ധൻ്റെ ഏക സഹോദരനായ ഹൂഗോയെ ആ രാജ്യത്ത് തന്നെയുള്ള മറ്റൊരാൾ കൊലപ്പെടുത്തി. നിയമത്തിന് അതീതനായ ആ കൊലയാളിയോട് പകരം വീട്ടുവാൻ തന്നെ ജോൺ തീരുമാനിച്ചു. ഒപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ ജോണിൻ്റെ പകയെ ആളിക്കത്തിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം ജോൺ കുതിരപ്പുറത്ത് തൻ്റെ വസതിയിലേക്ക് പോകുന്നതിനിടയിൽ ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കൊലപാതകി എതിരെ വരുന്നത് കണ്ടു. തൻ്റെ ശത്രുവിനെ കണ്ട മാത്രയിൽ തന്നെ ജോൺ തൻ്റെ വാൾ ഉറയിൽ നിന്നും ഊരി അവനെ വധിക്കുവാനായി പാഞ്ഞെടുത്തു. എന്നാൽ ശത്രുവാകട്ടെ ഓടിവന്ന് വിശുദ്ധൻ്റെ കാൽക്കൽ വീണ് തൻ്റെ കരങ്ങൾ കൂപ്പിക്കൊണ്ട് ഈ ദിവസം സഹനമനുഭവിച്ച യേശുവിൻ്റെ പീഡകളെ പ്രതി തന്നെ കൊല്ലരുതെന്ന് അപേക്ഷിച്ചു. ഇത് കേട്ട് വിശുദ്ധൻ, യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിരാകരിക്കുവാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ നിനക്ക് നിൻ്റെ ജീവൻ തിരികെ തരുന്നു എന്ന് മാത്രമല്ല, ഇനി മുതൽ നീ എന്നേക്കും എൻ്റെ സുഹൃത്തായിരിക്കും. എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നതിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ആശ്ലേഷിക്കുകയും അവനെ വിട്ടുപോവുകയും ചെയ്തു. വിശുദ്ധ ബെന്നറ്റിൻ്റെ സഭയുടെ മിനിയാസിലെ ആശ്രമത്തിലായിരുന്നു വിശുദ്ധൻ്റെ യാത്ര അവസാനിച്ചത്. അവിടുത്തെ ദൈവാലയത്തിൽ പോയി ക്രൂശിത രൂപത്തിനു മുമ്പിൽ തൻ്റെ പാപങ്ങളെ പ്രതി ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. ജോൺ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആ ക്രൂശിത രൂപം വിശുദ്ധൻ്റെ തലയ്ക്ക് നേരെ ചാഞ്ഞുവെന്ന് പറയപ്പെടുന്നു. ജോണിൻ്റെ പിതാവിൻ്റെ ധിക്കാര സ്വഭാവത്തെക്കുറിച്ച് അറിയാമായിരുന്ന അവിടുത്തെ ആശ്രമാധിപതി ആദ്യം ജോണിനെ സഭയിലെടുത്തില്ല. എന്നാൽ പിന്നീട് അവന് അനുവാദം കൊടുത്തു. ഇതറിഞ്ഞപ്പോൾ ജോണിൻ്റെ പിതാവ് ആശ്രമത്തിലെത്തി തൻ്റെ മകനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവൻ്റെ ഉറച്ച തീരുമാനത്തിന് മാറ്റം വരുത്തിയില്ല. ഒടുവിൽ അദ്ദേഹം അനുവാദം കൊടുത്തു. വളരെ ഉത്സാഹത്തോടുകൂടി ഒരു ശരിയായ അനുതാപിക്ക് ചേരും വിധം വിശുദ്ധൻ തൻ്റെ സന്യാസ ജീവിതം ആരംഭിച്ചു. രാത്രിയും പകലും പ്രാർത്ഥനയിൽ മുഴുകി. വിശുദ്ധൻ്റെ കഠിനമായ സന്യാസ രീതിയും ഭക്തിയും മൂലം അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറി. ജോണിൻ്റെ ആത്മാർത്ഥതയും സ്ഥിരോത്സാഹവും വഴി അവൻ തന്നെ കീഴടക്കി. ദയയുടെയും എളിമയുടെയും അനുസരണത്തിൻ്റെയും നിശബ്ദതയുടെയും ക്ഷമയുടെയും ഉത്തമ മാതൃകയായി മാറി വിശുദ്ധ ജോൺ. അവിടുത്തെ ആശ്രമാധിപതി മരിച്ചപ്പോൾ മറ്റുള്ള സന്യാസിമാരെല്ലാവരും കൂടി വിശുദ്ധനോട് ആ പദവി വഹിക്കുവാൻ അപേക്ഷിച്ചു. എന്നാൽ വിശുദ്ധൻ അത് നിരാകരിച്ചു. അധികം താമസിയാതെ വിശുദ്ധൻ ഒരു സഹചാരിക്കൊപ്പം അവിടം വിട്ട് കൂടുതൽ ഏകാന്തമായ സ്ഥലം തേടിപ്പോയി. ഈ യാത്രയിൽ കാമൽഡോളിയിലെ ആശ്രമം വിശുദ്ധൻ സന്ദർശിക്കുകയുണ്ടായി. അവിടുത്തെ സന്യാസിമാരുടെ ആശ്രമ ജീവിതം കണ്ട് ഉത്തേജിതനായ വിശുദ്ധൻ അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് ടസ്കാനിയയിലെ ഫ്ലോറൻസിൽ നിന്നും ഫിയോസോളി രൂപതയിലെ വല്ലിസ് ഉംബ്രോസ് എന്ന മലയടിവാരത്തിലെത്തി. വിശുദ്ധൻ അവിടെ 2 സന്യാസിമാരെ കണ്ടുമുട്ടി. തുടർന്ന് വിശുദ്ധനും അദ്ദേഹത്തിൻ്റെ സഹചാരിയും ആ സന്യാസിമാരും കൂടി ഒരു ചെറിയ ആശ്രമം പണികഴിപ്പിച്ച് ഒരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുവാൻ പദ്ധതിയിട്ടു. വിശുദ്ധ ബെന്നറ്റിൻ്റെ പുരാതന ആശ്രമ സമ്പ്രദായ നിയമങ്ങളായിരുന്നു അവർ പിന്തുടരുവാൻ തീരുമാനിച്ചത്. വിശുദ്ധ ഹിലാരി ഒരു ആശ്രമം പണികഴിപ്പിക്കുന്നതിനുള്ള സ്ഥലം അവർക്ക് നൽകി. ആശ്രമത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ
1070 അലക്സാണ്ടർ രണ്ടാമൻ പാപ്പ അവരുടെ പുതിയ സഭയ്ക്ക് അംഗീകാരം നൽകി. ഇതായിരുന്നു വല്ലിസ് ഉംബ്രോസ സന്യാസ സഭയുടെ ആരംഭം. വിശുദ്ധ ജോൺ അവിടുത്തെ ആദ്യത്തെ ആശ്രമാധിപനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചാരനിറത്തിലുള്ള സന്യാസ വസ്ത്രമായിരുന്നു വിശുദ്ധൻ തൻ്റെ സന്യാസിമാർക്ക് നൽകിയത്. എല്ലാ തരത്തിലും ക്രിസ്തുവിനെ അനുകരിക്കുവാനാണ് വിശുദ്ധൻ ശ്രമിച്ചത്. രോഗികളോടും പാവങ്ങളോടും വിശുദ്ധൻ കരുണ കാട്ടി. സെൻറ്റ് സാൽവി, മോസെട്ട, പാസിഗ്നാസോ, റോസുവോളോ, മോണ്ടെ സലാരിയോ എന്നിവിടങ്ങളിലെ ആശ്രമങ്ങൾ വിശുദ്ധനാണ് പണികഴിപ്പിച്ചത്. കൂടാതെ നിരവധി ആശ്രമങ്ങൾ നവീകരിക്കുകയും ചെയ്തു. വിശുദ്ധൻ മരിക്കുന്ന സമയത്ത് 12ഓളം സന്യാസ ഭവനങ്ങൾ വിശുദ്ധൻ്റെ സഭയ്ക്കുണ്ടായിരുന്നു. സന്യാസിമാർക്ക് പുറമെ ആത്മായ സഹോദരന്മാരെയും വിശുദ്ധൻ തൻ്റെ ആശ്രമത്തിൽ സ്വീകരിക്കുകയും അവർക്ക് പുറം ജോലികൾ നൽകുകയും ചെയ്തു. വിശുദ്ധനാണ് ഈ രീതിക്ക് തുടക്കം കുറിച്ചത്. ഇത് പിന്നീട് മറ്റുള്ള സഭക്കാരും അനുകരിച്ചു. സഹായത്തിനായി തന്നെ സമീപിക്കുന്ന ആരെയും വെറും കൈയോടെ വിശുദ്ധൻ പറഞ്ഞുവിടാറില്ലായിരുന്നു. പലപ്പോഴും തൻ്റെ ആശ്രമത്തിൻ്റെ ധാന്യപ്പുര വിശുദ്ധൻ അവർക്കായി ശൂന്യമാക്കിയിരുന്നു. പ്രവചനവരത്താൽ സമ്മാനിതനായിരുന്നു വിശുദ്ധ ജോൺ ഗുവാൽബർട്ട്. വിശുദ്ധൻ്റെ പ്രാർത്ഥനകൾ വഴി നിരവധി രോഗികൾ സുഖം പ്രാപിച്ചിട്ടുണ്ട്. വിശുദ്ധനെ കാണുവാനും സംസാരിക്കുവാനുമായി ലിയോ 9 പാപ്പ വരെ പാസിഗ്നാസോ സന്ദർശിക്കുകയുണ്ടായി. മാത്രമല്ല സ്റ്റീഫൻ 9, അലക്സാണ്ടർ 2 എന്നിവർ വിശുദ്ധനെ വളരെയേറെ ബഹുമാനിച്ചിരുന്നു. അവസാനം പാസിഗ്നാസോയിൽ വെച്ച് വിശുദ്ധന് കടുത്ത പനി പിടിപെട്ടു. തൻ്റെ അവസാനം അടുത്തുവെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ തൻ്റെ സഭയിലെ സുപ്പീരിയർമാരെ വിളിച്ചുകൂട്ടി തൻ്റെ അവസാനം അടുത്തുവെന്നും സഭാനിയമങ്ങൾ അപ്പാടെ പാലിക്കണമെന്നും സമാധാന പ്രവർത്തനങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും മുടക്കം വരുത്തരുതെന്നും ഉപദേശിച്ചു. 1073 ജൂലൈ 12 അന്ത്യകൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. 74 വയസ്സായിരുന്നു അപ്പോൾ വിശുദ്ധന് പ്രായം. വിശുദ്ധൻ്റെ നന്മ പ്രവൃത്തികളെക്കുറിച്ചും അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും അന്വേഷിച്ചതിന് ശേഷം 1193 സെലസ്റ്റ്യൻ 3 മാർപ്പാപ്പ ജോൺ ഗുവാൽബർട്ടിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.